मेरे सुनो, 1000 दिन बिताने से एक दिन तेरे दूसरे स्थान में 1000 दिन बिताने से तेरे सन्मुख एक दिन बिताना अधिक उत्तम है. ഈ 2 ദിവസം മുഴുവൻ ഒരുമിച്ച് ദൈവവചനം എനിക്ക് ശുശ്രൂഷിക്കുവാൻ നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ദൈവം നൽകിയ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവം ശുശ്രൂഷിക്കും. ये 2 दिन को मुझे मौका उन्होंने दिया सामने प्रभु का वचन पेश करने के लिए मैं प्रभु का वचन നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടും നല്ല ഉത്സാഹത്തോടും കൂടി ആയിരിക്കുന്നതിൽ ഞാൻ ദൈവം വിശ്വസിക്കുന്നു. मैं प्रभु का धन्यवाद करता हूँ कि यहाँ बड़े उत्साह के साथ आनंद के साथ बैठे हैं. ഇവിടെയുള്ള കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ വളരെ ഉത്സാഹത്തിലാണ് പാട്ടുകൾ പാടുന്നത്. यहाँ के छोटे बच्चे भी बहुत उत्साह के साथ गीत गाते हैं. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഇതിനെ കാണുകയായിരുന്നു. അവിടെ തമ്മിൽ പറയുകയും ചെയ്തു. हम आपस में बोल रहे थे बच्चों के बारे में देख रहे थे. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. तो वो आपको बताया कि हम दूसरे നിങ്ങൾ വളർന്നു വരുമ്പോൾ ഈ സഭയിലൂടെ അനേകർക്ക് കർത്താവിനെ അറിയുവാൻ അനേകരെ ശിഷ്യരാക്കുവാനുള്ള വലിയ ദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഉത്തമ ബോധ്യത്തോടെ മുന്നേറുവാൻ ദൈവം ധാരാളം പോകുന്നത്. आप जब बड़े होंगे तो औरतों को इस कलीसिया के द्वारा लोगों के चेले बनाए. इसलिए आपके पास बहुत बड़ी जिम्मेदारी है. ये बात भी आपको ഇന്ന് നാം പ്രധാനമായും ശിഷ്യത്വ പരിശീലനം അതെവിടെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നാം പഠിക്കുവാനിടയായി തീർന്നത്. आज हमने ये विचार किया हमारा ये जो तालीम है शिष्य बनाने का वो कहाँ मिलता है. പ്രാരംഭത്തിൽ ദൈവം സ്ഥാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ സ്ഥാപനത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. जो स्थान या जो संस्था प्रभु ने बनाया और पहला बनाया वो उसके बारे में हमने पहले देखा. രണ്ടാമതായി കർത്താവ് ഈ ഭൂമിയിൽ വന്നതിന് ശേഷം നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വലിയ കൽപ്പന പ്രകാരം ഈ പരിശീലന കേന്ദ്രം എവിടെയാണ് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ മഹത്വവും അതിൽ നാം കൊടുക്കേണ്ടത് വിലയെക്കുറിച്ചുമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. और प्रभु यीशु मसीह का इस संसार में आने के बाद उसने जो आज्ञा दी उसके अनुसार शिष्य बनाने के लिए जो तालीम का स्थान है उसके बारे में ये बातें सब अभी बैठकर सोच रहे हैं. ഒരു ശിഷ്യൻ വളരണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. एक चेला उन्नति पाए ये प्रभु चाहता है. അതിനുവേണ്ടി ദൈവം സ്ഥാപിച്ച മനോഹരമായ സ്ഥാപനമാണ് ദൈവസഭ. और इसके लिए प्रभु ने प्रदान किया हुआ सबसे उत्तम स्थान है कलीसिया. അവിടെ ഒരു ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നാം ചിന്തിച്ചു വന്നത്. वहाँ एक चेले को कैसा होना चाहिए करके हमने सोचा है. പ്രാരംഭത്തിൽ നാം ചിന്തിച്ചത് ശിഷ്യൻ വില കൊടുക്കണം. पहले तो हमने देखा चेले को एक कीमत चुकाना होगा. അതിൽ ആദ്യ ഭാഗം നാം ചിന്തിച്ചത് വില കൊടുത്ത് സ്നേഹിക്കുന്നവരായിരിക്കണം. पहले हमने देखा कीमत चुकाकर प्रेम करने वाले बने. വില കൊടുത്തവരെ സ്നേഹിക്കണം. जिसने कीमत चुकाया उससे तो प्रेम रखेगी. വില കൊടുത്ത് വാങ്ങിയവരെയും സ്നേഹിക്കാൻ കഴിയണം. और जिसको खरीदा गया उससे भी प्रेम रखना जरूरी है. അതിനുവേണ്ടി ഏത് വിലയും കൊടുക്കാൻ നാം ഒരുക്കമുള്ളവരായിരിക്കും. और उसके लिए कोई भी कीमत चुकाने के लिए हम तैयार हो गए. അങ്ങനെ അല്ലാത്തവർക്ക് ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്നാണ് നാം ചിന്തിച്ചത്. और ये भी हमने देखा जो ऐसा नहीं करता वो प्रभु का चेला नहीं हो सकता है. കർത്താവ് കഴിയുകയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും കഴിയുകയില്ല. यदि प्रभु ने कह दिया कि नहीं हो सकता है तो नहीं हो सकता. രണ്ടാമതായി ദൈവവചനത്തിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം और दूसरी बात जो प्रभु के वचन से मैं बताना चाहता हूँ വില കൊടുത്ത് സ്വയം ത്യജിക്കുന്നവരായിരിക്കണം. कीमत चुकाकर खुद को त्यागने वाले बने. ഇത് കർത്താവ് തന്നെ പറഞ്ഞ വാക്കുകളാണ്. ये हमारे प्रभु ने खुद बोला है. അതുകൊണ്ട് ഈ ഭാഗം പറയാതെ ശിഷ്യത്വം എന്ന പാഠം അവസാനിപ്പിക്കാൻ കഴിയില്ല. और इसलिए ये कहे बिना शिष्यत्व का जो पाठ है हम उसको पूरा नहीं कर सकते. കാരണം കർത്താവ് ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയാതെ എങ്ങനെയാ ശിഷ്യത്വ പരിശീലനം അവസാനിപ്പിക്കുക? क्योंकि प्रभु ने जो कहा है कि किन वजहों से चेला नहीं बन सकता है तो ये भी बात बताए बिना समाप्त कैसे कर सकते हैं. ഈ സുവിശേഷങ്ങളിൽ ഉടനീളം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. पूरे सुसमाचार में हम प्रभु यीशु मसीह के जीवन के इतिहास को पढ़ते हैं. ജനനം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, അതിനുശേഷം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളും നാം ചിന്തിക്കുവാൻ ഇടയായിത്തീരുന്നുണ്ട് സുവിശേഷങ്ങളിൽ. सुसमाचार में प्रभु यीशु मसीह का जन्म, उसका जीवन, उसका मृत्यु, उसका गाढ़ा जन्म, उसका पुनरुत्थान और बाकी जो बातें प्रभु ने बताई ये सब हम प्रभु के वचन में पढ़ते हैं, सुसमाचारों में पढ़ते हैं. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തിരുവായി ഒഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങളാണ് ഈ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. सुसमाचार के भागों में हम उसके मुंह से निकले हुए शब्दों को पढ़ते हैं.
അതുകൊണ്ട് ആ വേദഭാഗങ്ങളാണല്ലോ നാം ചിന്തിച്ചു വരുന്നത്. और उसी भाग को हम देखते आ रहे हैं. നമ്മുടെ മുഖ്യ വിഷയമായിരിക്കുന്ന ശിശുത്വം എന്ന ആ പാഠം പഠിക്കുന്ന കാതലായ ആ വാക്യം എന്നുള്ളത് കർത്താവ് തന്നെ പറഞ്ഞതാണ്. प्रभु ने खुद अपने मुंह से शिष्यत्व के बारे में जो कहा वो बात हम देख रहे हैं. അത് ഉയർത്തെഴുന്നതിന് ശേഷം പറഞ്ഞതാണ്. उसके पुनरुत्थान की बात ये बात बता रहा അപ്പോൾ തന്നെ ജീവിച്ചിരുന്നപ്പോഴും ഈ ഭൂമിയിൽ ആയിരുന്നപ്പോഴും ഈ ശിശുത്വത്തിന്റെ പാഠങ്ങൾ കർത്താവ് പഠിപ്പിച്ചിരുന്നു. और जब इस संसार में जीवित थे और सेवा करते थे तभी ये शिष्यत्व का जो पाठ है सिखाते जा रहे हैं. അതിലൊരു ഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. मत्ती के सुसमाचार 16वें अध्याय के 24-ാമത്തെ വാക്യം. 24वें कलम को हमने. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തിരിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. तब यीशु ने अपने चेलों से कहा, यदि कोई मेरे पीछे आना चाहे तो अपने आप का इनकार करे और अपना क्रूस उठाए और मेरे पीछे हो ले. അവിടെ തന്നെത്താൻ ത്യജിക്കുന്ന കാര്യവും തന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കേണ്ടുന്ന കാര്യവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. अपने आप का इनकार करना और अपना क्रूस उठाना, ये दोनों बात लिखा है. എന്റെ ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നവൻ ഇങ്ങനെ ആയിരിക്കണം എന്നാണ് ഗുരു പറഞ്ഞത്. गुरु ने कहा कि मेरा चेला जो बनना चाहता है वो इस तरह से हो. ഇത് ലൂക്കോസിന്റെ സുവിശേഷത്തിലും രേഖപ്പെടുത്തി നൽകിയിട്ടുണ്ട്. इसे लूका के सुसमाचार में भी लिखा हुआ है. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം लूका के सुसमाचार 14वां अध्याय അതിന്റെ 33-ാമത്തെ വാക്യം നോക്കുക. 33वां कलम. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. इसी रीति से तुम में से जो कोई अपना सब कुछ त्याग न दे वो मेरा चेला नहीं हो सकता. 27-ാമത്തെ വാക്യം നോക്കുക. 27वां कलम लिखिए. അവിടെ പറഞ്ഞിരിക്കുന്നത് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നാലും എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. और जो कोई अपना क्रूस न उठाए और मेरे पीछे न आए वो भी मेरा चेला नहीं हो सकता. നാം ലൂക്കോസിൽ 2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയ കാര്യം മത്തായി എഴുതുമ്പോൾ അത് ഒരു വാക്യത്തിൽ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. लूका ने 2 वचन में जो कहा उसको मत्ती ने एक ही वचन में कह दिया, बस इतना ही फर्क है. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ തന്നെത്താൻ തടിച്ച് ക്രൂശ് എടുക്കണമെന്ന് അവിടെ പറയുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആദ്യം തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയണമെന്ന് പറയുന്നു. പിന്നെ നാം വായിച്ചത് ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുകയും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. मत्ती के सुसमाचार में उसने एक ही वचन में बता दिया कि जो अपने आप का इनकार करता है वो वैसे ही यहाँ भी हमें पढ़ा जो खुद को या अपना सब कुछ त्याग न दे. और वहाँ भी हम पढ़ते हैं अपना क्रूस उठाने के बारे में, यहाँ भी क्रूस उठाकर उसके पीछे चलने के बारे में. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ആശയം പറയാൻ ആഗ്രഹിക്കുന്നത്. വില കൊടുത്ത് സ്വയം ത്യജിക്കുന്നവർക്കേ അവന് ശിഷ്യനായിരിക്കാൻ കഴിയുള്ളൂ. वहीं ठहरकर मैं कहना चाहता हूँ कि कीमत चुकाकर जो उसका पीछा करता है वही केवल उसके चेले हो सकते हैं. ശിഷ്യനായിരിക്കാൻ കഴിയണമെങ്കിൽ വിട്ടുപിരിയേണ്ടതിനെ വിട്ടുപിരിയണം. अगर चेला बनना चाहता है तो जिसको त्याग देना है उसको त्यागना ही होगा. ത്യജിക്കേണ്ടതിനെ ത്യജിക്കണം. उसको त्यागना ही है. ആ ത്യജിക്കാൻ ഒരുക്കമില്ലാത്തവർക്ക് ശിഷ്യനായിരിക്കാൻ കഴിയില്ല. जो इस तरह से त्याग नहीं सकता वो चेला नहीं बन सकता है. എന്താണ് ഈ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറയുന്നത്? अपने आप को त्यागना मतलब क्या है या अपने आप का इनकार करना मतलब क्या है? തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്നിലെ ഞാൻ ക്രൂശിക്കപ്പെടുവാനിടയായിത്തീരണം. अपने आप का इनकार करना मतलब खुद को क्रूसित समझना. അതിനാണ് രക്ഷിക്കപ്പെട്ടപ്പോൾ നാം അത് വിശദീകരിച്ച കാര്യമാണല്ലോ. അത് തുടർന്ന് വിശദീകരിക്കാൻ ആവശ്യമില്ലല്ലോ. उद्धार पाने के समय यही हुआ है और इसके बारे में मैंने चर्चा भी किया है और फिर से नहीं करूंगा. സ്നാനത്തിലും നാം അത് ഉറക്കെ പ്രഖ്യാപിച്ചതാണ്. और बपतिस्मा के समय हमने इसको खुले तौर से बता दिया ഞാൻ മരിച്ചു, कि मैं मर गया തന്നെത്താൻ ത്യജിക്കുന്നു, और अपने आप को त्यागता हूँ या इनकार करता हूँ. ഞാൻ ക്രൂശ് എടുത്തു. मैंने क्रूस उठाया. എന്ന് പറഞ്ഞാൽ ഒരുവൻ ക്രൂശ് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടാൽ പിന്നെ അവൻ ആ വഴിക്ക് തിരിച്ചു വരികയില്ലെന്ന് കാണുന്നവർക്ക് അറിയാം, അല്ലേ? इसका मतलब है जो क्रूस उठाकर चलता है उसको देखने वाले समझ जाएंगे अभी वो वापस नहीं आने वाला है. ഒരുവൻ ക്രൂശ് എടുത്തുകൊണ്ട് പോയി അവൻ മരിക്കുമെന്നുള്ളത് പൂർണ്ണ നിശ്ചയമാണ്. यदि कोई क्रूस लेकर जाता है तो निश्चित है कि वो मरने जा रहा है. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് കർത്താവ് തന്റെ ജീവിതത്തിന്റെ മാതൃകയിലും ഇത് വെളിപ്പെടുത്തുവാനിടയായി തീർന്നത്. हमारे प्रभु ने अपने जीवन के नमूने में भी यही बात बताया. മർക്കോസിന്റെ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യമാണ് നാം ആദ്യം വായിച്ചത്. पहले हमने मत्ती के सुसमाचार 16वें अध्याय के 24वें कलम को पढ़ा. അതിൽ 21-ാം വാക്യം വായിക്കുക. अब हम उसके 21वें कलम को देखें. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 21-ാം വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, അന്ന് മുതൽ യേശു
താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. उस समय से यीशु अपने चेलों को बताने लगा, अवश्य है कि मैं यरूशलेम को जाऊं और पुरनियों और प्रधान याजकों और शास्त्रियों के हाथ से बहुत दुख उठाऊं और मार डाला जाऊं और तीसरे दिन जी उठूं. അത് പറഞ്ഞിട്ടാണ് 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ തന്നെ താൻ ത്യജിച്ച് ക്രൂശ് എടുക്കുന്ന കാര്യം പറയുന്നത്. ये कहने के बाद प्रभु 24वें कलम में कहते हैं, अपने आप का इनकार करके अपना क्रूस उठाकर मेरे पीछे आए. അതിന് തൊട്ടു മുമ്പ് തന്റെ ശിഷ്യന്മാരോട് താൻ ക്രൂശ് എടുക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. इससे पहले प्रभु ने जो कहा उसने स्वयं क्रूस उठाने की बात कही. उसने അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുക്കണം. ഞാനെടുത്ത ക്രൂസ് അല്ല, അവരവർക്ക് അനുവദിച്ചിട്ടുള്ള ക്രൂശ് എടുക്കണം. उसने ये कहने की बात कहा कि अपने अपने क्रूसों को उठाना है. मेरा क्रूस नहीं, तुम्हें जो दिया गया वो क्रूस उठाना है. കർത്താവിന്റെ ക്രൂശ് എടുക്കാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. हम कोई भी प्रभु का क्रूस नहीं उठा सकते हैं. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ഓരോരുത്തർക്കും അനുവദിച്ചിട്ടുള്ള ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കാനായിട്ട് കഴിയണം. प्रभु ने हम सबके लिए अपना अपना क्रूस दिया है, उसको उठाकर ही उसका पीछा करना होगा. നാം വായിച്ചത് അന്ന് മുതൽ അവൻ പ്രസ്താവിച്ചു തുടങ്ങി. എന്ന് മുതൽ? उस दिन से वो कहने लगा, या उस समय से यीशु अपने चेलों को बताने लगा, ऐसे हम पढ़ते हैं. മാത്രമല്ല, എന്താണ് പ്രസ്താവിച്ചത് അതും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. इस समय से वो बोलने लगा और उसने क्या कहा ये भी देखते हैं. ഇവിടെ ജീവനെ കളയുന്നത് എങ്ങനെ എന്ന് പ്രസ്താവിച്ചു തുടങ്ങി. यहाँ बताया गया जीवन को कैसे त्याग दिया जाता है. കഷ്ടതയുടെ ക്രൂശ് എടുക്കാൻ പോകുന്നതിനെ കുറിച്ച് പ്രസ്താവിച്ചു തുടങ്ങി. उसके कष्ट उठाने के क्रूस के बारे में उसने पहले बता दिया. അത് എവിടെ വെച്ചാണ് എടുക്കുന്നത് എന്നും അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. उसने स्पष्ट किया कि वो क्रूस कहाँ उठाया जाएगा. ആരാ തന്നെ കൊല്ലുന്നതെന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. कौन उसको मारेगा ये भी उसने प्रकट कर दिया. ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടില്ലേ? क्या मैंने जो कोई सवाल किया वो सब उसने नहीं है. എവിടെ കൊല്ലപ്പെടും? कहाँ मारा जाएगा. യെരൂശലേമിൽ ചെന്നിട്ട്. यरूशलेम में. ആരാ കൊല്ലപ്പെടും? किसके हाथ से मारा जाएगा. മൂപ്പന്മാരാൽ, മഹാപുരോഹിതന്മാരാൽ, ശാസ്ത്രിമാരാൽ എന്നിവരാൽ. प्रधानियों, पुरनियों, प्रधान याजकों, शास्त्रियों, इन लोगों के हाथ से. എങ്ങനെ കൊല്ലപ്പെടും? और कैसे मारा जाएगा. പലതും സഹിച്ച് കൊല്ലപ്പെടും. बहुत दुख उठाकर वो मारा जाएगा. അപ്പോൾ എങ്ങനെ കൊല്ലപ്പെടും, ആരാൽ കൊല്ലപ്പെടും, എവിടെ കൊല്ലപ്പെടും, ഇതെല്ലാം കർത്താവിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. प्रभु स्पष्ट रूप से जानते थे कि वो कहाँ मरेगा, कैसे मरेगा, किसके द्वारा मारा जाएगा. പ്രിയപ്പെട്ടവരെ, ജീവനെ കളയാൻ പോകുന്ന ഈ വലിയ അനുഗ്രഹത്തിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയിട്ടാണ് പിന്നെ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം, തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുക്കാൻ ഒരുക്കമുള്ളവരായിരിക്കും. अपने जीवन को देने का जो बहुत बड़ा अनुग्रह है उसको बोलने के बाद प्रभु हमसे कहता है कि अपना अपना क्रूस उठाकर मेरे पीछे हो. ഞാനിങ്ങനെ പറയട്ടെ, എല്ലാം ത്യജിച്ച് കഷ്ടതയുടെ ക്രൂശ് എടുക്കാൻ ഒരുക്കമുള്ളവർക്ക് അവന് ശിഷ്യനായിരിക്കാൻ കഴിയുള്ളൂ. मैं कहना चाहता हूँ, सब कुछ त्याग कर उस कष्ट के क्रूस उठाकर चलने, उसके पीछे चलने वाले को ही उसका चेला बनना उसके लिए संभव है. ഇത് പരിഹാസത്തിന്റെ ക്രൂശാണ്. ये निंदा का क्रूस है. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ വായിക്കേണ്ട, അവിടെ നാം കാണുന്നത് അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ എന്ന് നാം വായിക്കുന്നു. समाचार 27 अध्याय में पढ़ते हैं, उसकी निंदा करने के बाद या जब निंदा करके पूरा हुआ. എന്ന് പറഞ്ഞാൽ ഇനി പരിഹസിക്കാൻ ഇനി ബാക്കിയില്ല. उसका मतलब है अभी और उसके ऊपर निंदा करने के कुछ बाकी नहीं. എങ്ങനെയൊക്കെ പരിഹസിക്കാമോ ആ നിലയിലെല്ലാം പരിഹസിക്കുക. किस किस तरीके से उसको किया जा सकता है सब उन्होंने प्रयोग कर लिया. പ്രിയപ്പെട്ടവരെ, ആ ക്രൂശ് എടുക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. उसी क्रूस को उठाने के बारे में प्रभु कहते हैं. ഒരുവൻ ഈ ക്രിസ്തുവിനെ അനുഗമിക്കാൻ തീരുമാനിച്ചാൽ പരിഹാസത്തിന്റെ ക്രൂശുകൾ എടുക്കേണ്ടതായി വരും. यदि कोई मसीह के पीछे होने को चाहे तो उसको निंदा का क्रूस उठाना पड़ेगा. കർത്താവിനെ അനുഗമിച്ചു എന്ന് പറഞ്ഞ് ആരും പൂമാലയിട്ട് തരികയില്ല. प्रभु का पीछा आपने किया तो आपको फूलों की माला कोई नहीं चढ़ाएगा. പ്രിയപ്പെട്ടവരെ, ഇത് നിന്ദയുടെ ക്രൂശാണ്. ये निंदा का क्रूस है. നമ്മെ നിന്ദിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. यहाँ हर संभावना है कि आपको निंदा हो. എല്ലാം ത്യജിക്കുന്ന, സ്വയം ത്യജിക്കുന്ന അനുഭവം അത് ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടതായി വന്നേക്കാം. खुद को त्यागने का अनुभव सबको हो सकता है. ഇത് അനുഭവിക്കാൻ ഒരുക്കമുള്ളവർക്ക് കർത്താവിനെ ക്രൂശ് എടുക്കാൻ കഴിയുള്ളൂ, ശിഷ്യനായിരിക്കാൻ കഴിയുള്ളൂ. जो ये स्वीकार करने को तैयार है केवल वही उसका क्रूस या उसके पीछे होता है, उसका चेला बन सकता है. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗുരുനാഥൻ ഇതിനു മുമ്പേ പോയിട്ടാണ് പിന്നാലെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് ഈ ക്രൂശ് എടുക്കുന്ന കാര്യം പറയുന്നത്. हमारे प्रभु गुरु जो है वो हमारे आगे आगे चलने के बाद हमसे कहता है मेरे पीछे हो रही है करके.
അപ്പൊ നമ്മുടെ മുമ്പേ പോയിരിക്കുന്ന ഈ കർത്താവിനെ നോക്കിയാൽ ആ സാഹചര്യങ്ങളിൽ എങ്ങനെ കർത്താവ് അതിനോട് പ്രതികരിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ ശിഷ്യൻ ആ ക്രൂശിലെടുത്ത് അനുഗമിക്കേണ്ടത്. तो जो गुरु हमारे आगे गया है वो किन किन परिस्थितियों से पार हो गया, उसकी प्रतिक्रिया क्या थी, वो देखकर चेले को उसके पीछे पीछे होना है. പ്രിയപ്പെട്ടവരെ, ഈ തന്നെത്താൻ ത്യജിക്കുക, സ്വയം ത്യജിക്കുക, അല്ലെങ്കിൽ എന്നിലെ ഞാൻ പൂജിക്കപ്പെടുക എന്നുള്ളത് പറയാൻ എളുപ്പമാണ്. यारो ये कहना आसान है कि खुद को त्याग देना, खुद का इनकार करना या खुद को क्रूसित समझना. അതിന് സമാനമായ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നുപോയാൽ അത് എത്രമാത്രം വേദനാജനകമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. यदि हम उन परिस्थितियों से पार होते होंगे तो समझ में आएगा कि कितना कष्ट होता है उसमें. നമ്മെ ആരെങ്കിലും തുപ്പിയിട്ടുണ്ടോ? क्या कोई हम पर थूका है कभी? കർത്താവിന്റെ മുഖത്ത് തുപ്പുവാനിടയാക്കി प्रभु के चेहरे पर थूका गया. അവനെ അല്പവസ്ത്രധാരിയായി നിർത്തുകയാണ്. बहुत कम वस्त्र थे उसके ऊपर. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല നമ്മില് ഞാൻ മരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് വന്നേക്കാം. शायद हो सकता है कोई कि हमारे जीवन में ऐसी परिस्थिति है कि मैं मर तो नहीं गया हूँ, ऐसे परखने का समय आ जाता है. മറ്റുള്ളവരാൽ നാം പരിഹസിക്കപ്പെടുമ്പോൾ, और जब दूसरे लोग मुझे निंदा करते हैं, മറ്റുള്ളവരാൽ നാം നിന്ദിക്കപ്പെടുമ്പോൾ, और जब दूसरे लोग मेरी घटा करते हैं, മറ്റുള്ളവരാൽ നാം ഉപദ്രവിക്കപ്പെടുമ്പോൾ, दूसरे लोग मेरा जब उपद्रव करते हैं, അന്യായമായി പലതും സഹിക്കേണ്ടി വരുമ്പോൾ, और अन्यायपूर्वक वो करते जो है उसको सहना पड़ता है. എന്നിൽ ഞാൻ ഉണരുന്നുണ്ടോ? क्या मुझमें मैं जागृत हो जाता हूँ? എനിക്ക് അതിനോട് പ്രതികരിക്കാനുള്ള ആ വല്ലാത്ത തീക്ഷ്ണത നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്നുണ്ടോ? क्या हमारे अंदर वो इच्छा जागृत हो जाती है कि प्रतिक्रिया करूँ मैं? പ്രിയപ്പെട്ടവരെ, തോന്നാനുള്ള എല്ലാ സാധ്യതയും ജഡത്തിലുണ്ട്. ये सब इच्छाएं हमारे शरीर में तो है. അതുകൊണ്ട് പറയുകയാണ്, തന്നെത്താൻ ത്യജിക്കുക മാത്രമല്ല, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുകയും ചെയ്യണം. इसलिए प्रभु कहते हैं अपने आप का इनकार तो करें और अपना क्रूस भी उठाकर मेरे पीछे चले. ഇപ്പൊ ത്യജിക്കുന്നത് മാത്രമല്ല, എടുക്കേണ്ടത് എടുക്കുകയും വേണം. कुछ को त्यागना है और कुछ को उठाना भी है. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മനോഹരമായ മാതൃക അവനെ അനുഗമിക്കുവാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കുന്നതല്ലേ? क्या हमारे प्रभु यीशु मसीह का नमूना या आदर्श हमें इसके लिए तैयार नहीं करता? തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനും നാം ഒരുക്കമുള്ളവരാണോ? आपस में जब समस्या होती है तो क्या परस्पर हम उसको माफ करने और उसको भूलने को तैयार होते हैं? അവിടെ എന്നിലെ ഞാൻ ഉണരുന്നുണ്ടോ? क्या मुझमें मैं जागरूक हो जाता हूँ? ക്ഷമ ചോദിക്കാനും ക്ഷമ പറയാനും എന്നിലെ ഞാൻ അതിന് തടസ്സമാണോ? क्या मुझमें वो स्वयं जागरूक हो जाता है कि मैं माफी नहीं मांगू और इस तरह से रहूं? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12-13 വാക്യം. കൊലോസ്യർ के पत्री 3 अध्याय 12 അവിടെ നാം വായിക്കുന്നത്, അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരും മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവരോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. അടുത്ത വാചകം, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യും. इसलिए परमेश्वर के चुने हुओं के समान जो पवित्र और प्रिय है, बड़ी करुणा और भलाई और दीनता और नम्रता और सहनशीलता धारण करो. और यदि किसी पर दोष देने का कोई कारण हो तो एक दूसरे की सह लो और एक दूसरे के अपराध क्षमा करो. जैसे प्रभु ने तुम्हारे अपराध क्षमा किए वैसे ही तुम भी करो. കൊലോസ്യ ലേഖനത്തിൽ ആർക്കാണ് എഴുതുന്നത് എന്ന് പറയുന്നുണ്ട്. കൊലോസ്യ के पत्र में लिखा गया किसके लिए पत्र लिखा है? ദൈവത്തിന്റെ വൃതന്മാർ, प्रभु के भक्तों के लिए, संतों के लिए है, വിശുദ്ധന്മാർ, जो पवित्र है പ്രിയരുമായി, और जो प्रिय है, അവരോടാണ് ഇത് പറയുന്നത്. उनके लिए ये लिखा है. എന്താ പറയുന്നത്? क्या लिखा है? തമ്മിൽ ക്ഷമിക്കും. कि आपस में माफ करो या क्षमा करो. മാത്രമല്ല, അവിടെ പറയുന്ന ഒരു വാചകം 13-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം, അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും. यदि किसी को किसी पर दोष देने का कोई कारण हो तो एक दूसरे की सह लो. അപ്പൊ വൃതന്മാരും വിശുദ്ധരും ദൈവത്തിന്റെ പ്രിയരുമാണെങ്കിലും എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? भले ही हम प्रभु के चुने हुए हैं, पवित्र है और प्रिय है, फिर भी इसकी संभावना है. ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. आपस में झगड़े की संभावना तो है. അല്ലെ? അവിടെ നാം അങ്ങനെയല്ലേ വായിക്കുന്നത്? क्या हम ऐसे नहीं पढ़ते? അത് ദൈവസഭയുടെ കാര്യമല്ലേ പറയുന്നത്? क्या कलीसिया के संबंध में नहीं कहते ये? അപ്പോൾ തമ്മിൽ വഴക്കോ പിണക്കമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. इसका मतलब कलीसिया में आपस में झगड़े या फिर अनबन होने का
उसकी संभावना है। ദൈവത്തിന്റെ വൃതന്മാരാണെങ്കിലും വിശുദ്ധന്മാരുമാണെങ്കിലും ദൈവത്തിന്റെ പ്രിയരാണെങ്കിലും ഇതിനുള്ള സാധ്യത ഉണ്ടെന്ന് രേഖപ്പെടുത്തുകയാണ്. भले ही हम चुने हुए हो या पवित्र हो या प्रिय हो, इन सभी बातों की संभावना तो है। പക്ഷെ എന്ത് ചെയ്യണം? लेकिन करना क्या है? തമ്മിൽ തമ്മിൽ ക്ഷമിക്കണം. आपस में क्षमा करना होगा। ഈ ക്രൂശ് എടുക്കാൻ ഒരുക്കമില്ലെങ്കിലോ यदि ये क्रूस उठाने के लिए हम तैयार കർത്താവിന് ശിഷ്യനായിരിക്കാൻ കഴിയില്ല. फिर हम मसीह का चेला नहीं हो सकते हैं। എനിക്ക് താഴാൻ ഒരുക്കമില്ലെങ്കിൽ കർത്താവിന് ശിഷ്യനായിരിക്കാൻ കഴിയില്ല. मैं यदि नम्र नहीं होना चाहता, झुकना नहीं चाहता, तो मैं प्रभु का चेला नहीं बन सकता। പ്രിയപ്പെട്ടവരെ, നാം ഈ വലിയ ക്ഷമ അനുഭവിച്ചവരാകയാൽ നാം തമ്മിൽ തമ്മിൽ ക്ഷമിക്കാൻ കടപ്പെട്ടവരാണ്. मुझे बहुत बड़ी माफी मिली, इसलिए मुझे हमें आपस में माफी देने की जरूरत है। അത് കഴിഞ്ഞിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവികമായ വളർച്ചയുടെ കാര്യം രേഖപ്പെടുത്തുന്നത്. और उसी के बाद लिखा गया है ये आत्मिक उन्नति के संबंध में। അതിൽ പറയുന്നത് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കും. प्रभु ने जैसे तुम्हारे अपराध क्षमा किए वैसे ही तुम भी करो। അപ്പോൾ ക്ഷമ പറയുകയോ അല്ലെങ്കിൽ ക്ഷമ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന ആ സമയത്ത് എന്നിലെ ഞാൻ ക്രൂശിക്കപ്പെടാൻ ഒരുക്കമുള്ളവർക്ക് അത് പറയാൻ കഴിയുള്ളൂ. क्षमा मांगना या कहना कि मुझे क्षमा कीजिए, ये सब मतलब वो क्रूसित होने से ही होता है। തന്നെ താൻ താഴ്ത്താൻ ഒരുക്കമുള്ളവർക്ക് ഈ ക്രൂശ് എടുക്കാൻ കഴിയുള്ളൂ. जो अपने आप को नम्र करता है वही केवल ये क्रूस उठा सकता है। ഈ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ लूका के सुसमाचार 14वें अध्याय में അവിടെ ശിഷ്യന്മാരായിരിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നതിന്റെ ഇടയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. बार-बार जो प्रभु यीशु मसीह कहता है कि तुम मेरा चेला नहीं बन सकते, तो उसके बीच में कुछ कहता है। അതിന് 28-29 വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തുന്നത്. മനോഹരമായ ഒരു ഉപമ അവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ. 28 और 29वें कलम में इस बात को बोलते हैं, इस बातों के बीच में कहते हैं। അവിടെ നാം വായിക്കുന്നത്, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനം വിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ. तुम्हें से कौन है जो घर बनाना चाहता हो और पहले बैठकर खर्च न जोड़े कि पूरा करने की सामर्थ मेरे पास है कि नहीं? कहीं ऐसा ना हो कि जब वह नींव डाल ले पर तैयार न कर सके तो सब देखने वाले यह कहकर उसे खेतों में उड़ाने लगे। ഇവിടെ നാം വായിക്കുന്നത് എന്താണ്? ഒരുവൻ കർത്താവിനെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഇച്ഛിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, തന്നെ താൻ തിരിച്ച് തന്റെ ക്രൂശ് എടുക്കാൻ ഒരുക്കമുള്ളവർ എന്നെ അനുഗമിച്ചാൽ മതി. എന്നിട്ട് പറയുകയാണ്, ഒരു ഉപമ അവർക്ക് മനസ്സിലാകാനായിട്ട് പറയുകയാണ്, ഒരുവൻ ഗോപുരം പണിയാൻ ഇച്ഛിച്ചു, ആഗ്രഹിച്ചു. यहाँ प्रभु जब कहते हैं, क्या कहते हैं, जो उसका त्याग करके अपने आप को त्याग के जो मेरे पीछे नहीं आना चाहता वो मेरा चेला नहीं बन सकता। और उसको एक दृष्टांत के रूप में कहकर प्रभु उनको समझाते हैं कि किसी व्यक्ति ने पहले एक गढ़ बनाने का उसने विचार किया। और ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അതിനു മുമ്പ് ഇരുന്ന് കണക്ക് കൂട്ടും, എന്നെ കൊണ്ട് ഈ പണി പൂർത്തീകരിക്കാനായിട്ട് കഴിയുമോ? वो गढ़ बनाने से पहले बैठकर खर्च जोड़ने लगता है कि क्या मैं ये पूरा कर पाऊंगा कि नहीं। പൂർത്തീകരിക്കാനായി കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആ പണിക്ക് പോവുകയില്ല. यदि वो पूरा नहीं कर सकते हैं तो वो काम के लिए हम नहीं जाएंगे। ആ പണിക്ക് ഇറങ്ങി തിരിച്ചിട്ട് അത് പൂർത്തീകരിക്കാതെ വന്നാൽ നാം പരിഹസിക്കപ്പെടും. यदि हम उसको शुरू करेंगे पूरा नहीं कर पाते हैं तो हम निंदित होंगे। പ്രിയപ്പെട്ടവരെ, ആ ഉദാഹരണം പറഞ്ഞിട്ടാണ് ഈ ശിഷ്യത്വത്തിന്റെ പാഠം കർത്താവ് പഠിപ്പിക്കുന്നത്. ये उदाहरण कहने के बाद प्रभु यीशु मसीह चेला होने का जो पाठ है वो सिखाते हैं। പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിന് ശിഷ്യനാകുവാൻ തീരുമാനിച്ചവരായ നാം വലിയൊരു ഗോപുരം പണിയുടെ ആ പണിയിൽ നമ്മെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. प्रभु के चेले होने के लिए जो तैयार होकर सीखने के लिए जो तैयार होकर बैठे हैं, तो हम सब उस गढ़ बनाने के उस विचार से बैठे हैं। ഈ പണിയിൽ ഏത് വില കൊടുത്തും ഇത് പണിയുവാൻ നാം കടപ്പെട്ടവരാണ്. और इस गढ़ को बनाने के लिए किसी भी कीमत चुकाकर हम उसको बनाने के लिए बांधित है। ഈ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറിയാൽ മറ്റുള്ളവർ പരിഹസിക്കാൻ ഇടയായിട്ട് यदि ये काम पूरा नहीं कर सकते हैं और पीछे मुड़ना पड़ता है तो दूसरों के द्वारा निंदित होंगे। രണ്ടു നിലയിലും പരിഹാസം ഉണ്ടാകും. दो प्रकार से निंदित होंगे। പൂർത്തീകരിക്കാതെ പിന്മാറിപ്പോയാൽ പരിഹാസം ഉണ്ടാകും. यदि पूरा करेंगे, पूरा नहीं करेंगे और पीछे हटेंगे तो निंदा होगी। മാത്രമല്ല, ഇവനെ അനുഗമിക്കാൻ തീരുമാനിച്ചാൽ ഇവന്റെ പിന്നാലെ പുറപ്പെട്ടാലും പരിഹാസം ഉണ്ടാകും. और यदि उसके पीछे होकर चलते रहेंगे और उसका अनुकरण करेंगे तो भी निंदा होगा। എന്നാൽ അവന്റെ പിന്നാലെ പുറപ്പെട്ട് ഏൽക്കുന്ന ഏത് പരിഹാസവും സ്വർഗത്തിൽ പ്രതിഫലമുള്ളതാണ്. लेकिन उसके पीछे होकर चलने से जो
निंदा होती है उसके लिए स्वर्ग में बड़ा प्रतिफल है। അതുകൊണ്ടാണ് പറയുന്നത് ഒരുവൻ തന്റെ ജീവനെ കളയുന്നുവെങ്കിൽ അവൻ അതിനെ നേടും. इसलिए प्रभु कहते हैं कि कोई यदि अपना प्राण त्यागेगा तो वो उसे पाएगा, നേടുവാൻ നോക്കിയാൽ നഷ്ടപ്പെടുത്തും. यदि वो पाने की कोशिश करेगा तो उसको खो बैठेगा। ആ വാചകം 4 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ये वचन चारों सुसमाचार में लिखा है। ഇത് ആവർത്തിക്കപ്പെടുന്ന അനുഗ്രഹമാണ്. ये बार बार कहा गया अनुग्रह है। ആരെങ്കിലും നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ റെഫറൻസിന് വേണ്ടി ഞാനത് പറയാം. तो यदि लिखते हैं इन बातों को तो उसके लिए मैं उसका रेफरेंस മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം, मत्ती के सुसमाचार 10वें अध्याय का 39वां कलम, മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം, मरकुस 8 के 35, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 24-ാം വാക്യം, लूका के सुसमाचार 9 का 24, 17-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം, 17 के 33, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. यूहन्ना 12 का 25। പ്രിയപ്പെട്ടവരെ, സ്വയത്തിനായി ജീവിക്കുന്നവർ അത് നഷ്ടമാക്കുമ്പോൾ ക്രിസ്തുവിന്റെ നല്ല ശിഷ്യരായി ജീവനെ നേടുന്നവരായി നമുക്ക് തീരാൻ ഇടയാകട്ടെ. जो स्वयं के लिए जीते हैं अपने प्राण को खोते हैं, लेकिन मसीह के अच्छे चेहरे होकर उसके लिए हम जीवन होता है। പ്രിയപ്പെട്ടവരെ, വലിയ ലാഭമുള്ളതിനെ നേടുവാൻ ഈ ലോകത്തിൽ എന്തും ത്യജിക്കാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. कारण बहुत बड़े जो लाभ है उसको पाने के लिए हमें संसार में जो खोना है उसको छोड़ना है या त्यागना है, उसको खोना पड़ेगा। പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്നത്, അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എന്തും നഷ്ടമായി ചേരുമെന്നുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. इसलिए फिलिपियों की पत्री में पौलुस बार-बार कहता है कि उसके जो ज्ञान की जो समझ है उसके लिए मैं उसके निमित्त बाकी सब वस्तुओं को पूरा समझता हूँ। ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. फिलिपियों की पत्री 3 अध्याय में वो कहता है, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ നഷ്ടമെന്നു. जो कुछ मैंने अपने लाभ की बातों को देखा वो सब मैंने उसको हानि समझा है। എന്തുകൊണ്ടാണെന്നുള്ള പറയുന്നുണ്ട്. क्यों ऐसे मैं सोचता हूँ, ऐसा कहता है, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. यीशु मसीह की पहचान की उत्तमता के कारण सब बातों की हानि समझता हूँ। പ്രിയപ്പെട്ടവരെ, ആ ശ്രേഷ്ഠത നമ്മെ വലിയവരാക്കി തീർക്കുന്നതാണ്. ये ആ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നമ്മെ വലിയവരാക്കി തീർക്കുന്നതാണ്. ये पहचान की उत्तमता हमें भी हम भी बड़े बनते हैं उसके അത് വില കൊടുത്ത് തന്നെത്താൻ ത്യജിക്കുന്നതിന്റെ വഴിയാണ്. उसके लिए जो कीमत चुकाकर उसके पीछे होने में उस रास्ते में है। മൂന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, तीसरी बात जो कहना चाहता हूँ, വില കൊടുത്ത് വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർക്ക് കർത്താവിനെ അനുഗമിക്കാൻ കഴിയുള്ളൂ. कीमत चुकाकर जो विश्वास में बने रहता है वही केवल प्रभु के चेहरे बन सकता है। അത് നാം ഒരിക്കൽ വായിച്ചതാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. यूहन्ना के सुसमाचार 8वें अध्याय के 31वें कलम में हमने वो एक बार पढ़ा है, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരാണ്. यदि तुम मेरे वचन में बने रहोगे तो सचमुच तुम मेरे चेहरे हो। കർത്താവ് കൽപ്പിച്ചതൊക്കെയും വില കൊടുത്ത് പ്രമാണിക്കുവാൻ, അനുസരിക്കുവാൻ, അതിൽ നിലനിൽക്കുവാൻ കഴിയുന്നവർക്ക് കർത്താവിന് നല്ല ശിഷ്യനായിരിക്കാൻ കഴിയുള്ളൂ. प्रभु ने जो कहे वो आज्ञाओं को मानकर उसमें जो बने रहेंगे वही केवल उसके चेहरे बन सकता है। ഈ വചനം നിലനിൽക്കുന്നതാണ്. ये वचन तो स्थिर है ഈ വചനത്തിൽ അനുസരിച്ച് ഉറച്ചു നിൽക്കുന്നവരും നിലനിൽക്കുന്നതാണ്. और जो इस वचन में बने रहता है वो भी स्थिर बन जाता है। അതിൽ നിലനിൽക്കുന്നവരാണ് വാസ്തവത്തിൽ ശിഷ്യന്മാർ. जो उसमें स्थिर रहता है वही वास्तव में उसके चेहरे हैं। 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. पहले थिस्सलुनीकियों की पत्री 2 अध्याय उसके 13वें कलम, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. इसलिए हम भी परमेश्वर का धन्यवाद निरंतर करते हैं कि जब हमारे द्वारा परमेश्वर के सुसमाचार का वचन तुम्हारे पास पहुंचा तो तुमने उसे मिलचुंटा नहीं परंतु परमेश्वर का वचन समझकर और सचमुच यह ऐसा ही है ग्रहण किया और वह तुम विश्वासियों में जो विश्वास रखते हो प्रभावशाली है। എന്നിട്ട് 14-ാമത്തെ വാക്യം കൂടെ നോക്കുക. 14वें कलम को भी देखिए। സഹോദരന്മാരെ, യഹൂദയിൽ ക്രിസ്തയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. 14वें कलम में पढ़ते हैं, इसलिए तुम हे भाइयों परमेश्वर की उन कलीसियाओं किसी जान चलने लगे जो यहूदिया में मसीह यीशु में है। നിങ്ങൾ മറ്റുള്ള ദൈവസഭകൾക്ക് അനുകാരികളായി തീർന്നു. तुम लोग दूसरे जो कलीसिया है प्रभु के उसका अनुकरण करने वाले बने हैं। നിങ്ങൾ എങ്ങനെ അനുകാരികളായി തീർന്നു? तुमने कैसा उनका अनुकरण किया? അതാണ് മുകളിലുള്ള വാക്യത്തിൽ നാം വായിച്ചു കേട്ടത്. 13वें कलम में इस बात को पढ़ा है। പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്കും അനുകാരികളായി തീരാൻ കഴിയും. इस तरह से हम भी उनका अनुकरण कर सकते हैं। അവിടെ ഒന്നാമതായി നാം വായിക്കുന്നത്, സഭയിൽ ഈ വചനം പ്രസംഗിച്ചു.
कलीसिया में ये वचन प्रचार किया गया। അപ്പൊ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നാം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. हम तो सोच रहे थे कि कैसे कलीसिया के संबंध में हमें होना चाहिए। അപ്പൊ സഭയിൽ എന്ത് പ്രസംഗിക്കണം? तो कलीसिया में क्या कहा जाना चाहिए? ദൈവവചനം പ്രസംഗിക്കണം. वहाँ प्रभु का वचन का प्रचार हो। തിമോഥെയോസിലെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നുണ്ടല്ലോ, വചനം പ്രസംഗിക്കുക. तिमोथेयुस की पत्री 4 अध्याय 4:2 में वचन का प्रचार करके लिखा है। എന്നിട്ട് 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർണരസമാകുമാറുള്ള കെട്ടുകഥകളല്ല പ്രസംഗിക്കേണ്ടത്. दूसरे तिमोथेयुस 4 के 1:2 में पढ़ते हैं इसको। 2 और 3 कि तू वचन का प्रचार कर, समय और असमय तैयार रह, सब प्रकार की सहनशीलता और शिक्षा के साथ ज्ञान दे और डांट और समझा। वहाँ जो मनगढ़ंत कहानियाँ आगे हैं, कथा कहानियों पर हमें मन नहीं लगाना। അപ്പോൾ നാം അവിടെ വചനമാണ് പ്രസംഗിക്കേണ്ടത്. वचन का प्रचार होना ഈ चाहिए। തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോഴും അവിടെയും പറയുന്നത്, സഹോദരന്മാരെ നിങ്ങൾ കേട്ടത് ദൈവവചനമാണ്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. थिस्सलुनीकियों की कलीसिया को या जो पत्री लिखी है उसमें भी कहा गया, हमने तुम्हारे बीच में परमेश्वर के सुसमाचार का वचन प्रचार किया। കർത്തരസമാകുമാറുള്ള കെട്ടുകഥകളല്ല പ്രസംഗിക്കേണ്ടത്. जो सुनने में अच्छा लगता है वैसे हमने तुम्हारे बीच में कथा कहानियां नहीं सुनाई। തിമോഥെയോസിന് തന്നെ ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അവിടെ നാം വായിക്കുന്നത്, കിഴവി കഥകളല്ല പ്രസംഗിക്കേണ്ടത്. तिमोथेयुस की पहली पत्री 4 अध्याय के 7वें कलम में अशुद्ध बूढ़ी कहानियों की सी कहानियों का ध्यान नहीं देना है। ഇപ്പൊ ദൈവസഭയിൽ എന്ത് പ്രസംഗിക്കണം? तो कलीसिया में क्या प्रचार किया गया? ദൈവവചനം പ്രസംഗിക്കണം. प्रभु के वचन का प्रचार हो। അടുത്ത നമുക്ക് കാണുന്നത് എങ്ങനെയാണ്? ആ വചനം നിങ്ങൾ കേൾക്കുകയാണ്. और आगे हम पढ़ते हैं वो वचन तुम सुनते भी हो। അവിടെ വായിച്ചു, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. हमने जो वचन का प्रचार किया तुमने सुना उसको। ദൈവവചനം കേൾക്കുകയാണ്. हाँ, वचन सुनते हैं। കേൾക്കണമെങ്കിൽ എവിടെ പോകണം? और सुनना है तो कहाँ जाना होगा? ദൈവസഭയിൽ പോകണം. कलीसिया में जाना होगा। അതുകൊണ്ടല്ലേ എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്, നാൾ സമീപിച്ചിരിക്കുന്നു എന്ന് കാണുന്തോറും സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. इसलिए इब्रानी की पत्री 10 अध्याय में कहा गया है कि जैसे जैसे वो दिन निकट आता है तो तुम एक दूसरे के साथ इकट्ठा होना उसको त्यागना मत त्यागो। അപ്പൊ ദൈവസഭയിൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? तो प्रभु की कलीसिया में क्यों जाते हैं? ദൈവവചനം കേൾക്കാനാണ്. उसके वचन को सुनने के लिए। ദൈവവചനത്തിലൂടെ അല്ലാതെ ഒരു വ്യക്തിക്ക് വളരാൻ കഴിയില്ല. वचन के बिना कोई भी व्यक्ति उन्नति नहीं पा सकता। അപ്പൊ അവിടെ വചനം പ്രസംഗിക്കണം, तो वहाँ तो वचन का प्रचार हो, സഭായോഗങ്ങളിൽ പോകണം, कलीसिया में जाना होगा, ദൈവവചനം കേൾക്കാനിടയായി തീരണം. और वहाँ वचन की सुनवाई होनी जरूरी है। അവിടെ നാം മൂന്നാമതായി നാം കാണുന്നത്, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാതാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടു. ये मनुष्य के बातों मनुष्य की ओर से नहीं, परमेश्वर का वचन समझकर जो ऐसा ही है तुमने ग्रहण किया उसको। അവിടുന്ന് കേൾക്കുന്ന വചനം എങ്ങനെ കൈക്കൊള്ളണം? उसे तुम्हें कैसे ग्रहण करना जो तुम सुनते हो? ദൈവവചനമായി തന്നെ കൈക്കൊള്ളണം. परमेश्वर का वचन समझकर ही उसको ग्रहण करना है। അത് ബുദ്ധിപ്രസംഗമായി ആകരുത്. वो एक दूसरे को टोकने वाले शब्द नहीं हो, അത് ബുദ്ധിപ്രസംഗമായി കേൾക്കരുത്. और न उसको ऐसे समझे भी, മറ്റുള്ള എന്തെങ്കിലും കേൾക്കാൻ ഇടയായി തീരരുത്. और ऐसी कोई बातें वहाँ चर्चा भी न हो। ദൈവവചനമായി തന്നെ കൈക്കൊള്ളുവാൻ ഇടയായി തീരണം. प्रभु के वचन या परमेश्वर का वचन ही समझकर उसे ग्रहण करना होगा। റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ കൈക്കൊള്ളണം. रोमियो की पत्री 15वें अध्याय में जैसे प्रभु ने हमें ग्रहण किया वैसे ही तुम्हें एक दूसरे को ग्रहण करना होगा। ഞാൻ നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ കൈക്കൊള്ളണം. जैसे मैंने तुम्हें ग्रहण किया वैसे तुमको एक दूसरे को ग्रहण करना അപ്പോൾ होगा। തമ്മിൽ തമ്മിൽ കൈക്കൊള്ളണം. तो आपस में तो ग्रहण करना ही है, ദൈവവചനം വചനമായിട്ട് കൈക്കൊള്ളണം. और प्रभु के वचन के रूप में ही उसको ग्रहण करना है। പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ വാക്കുകളാണ് ദൈവത്തിന്റെ ആത്മാവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. पवित्र आत्मा ने कितने सुंदर बातों को यहाँ लिखा है। മാത്രമല്ല ആ വചനം വിശ്വസിക്കുകയാണ്. और ये वचन विश्वास करना है। വിശ്വസിക്കുന്നവരിലാണ് അത് വ്യാപരിക്കുന്നത്. जो विश्वास करता है उनके अंदर ये कार्यशील होता है। അതാണ് അവസാന വാചകം. ആ വാക്യത്തിന്റെ അവസാന വാചകം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. जो विश्वास करते हैं उनके अंदर ये प्रभावशाली होता है। പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം വിശ്വാസമായി കൈക്കൊള്ളുവാനിടയായി തീരണം. ये प्रभु के वचन को हमारे विश्वास के द्वारा ग्रहण करें। വിശ്വസിക്കുന്നവരിലേ അത് വ്യാപരിക്കുകയുള്ളൂ. जो विश्वास करते हैं उन्हीं के अंदर ये प्रभावशाली होता है। 1 തെസ്സലോനിക്കർ 1-ന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്,
മുഴുവൻ വായിക്കുന്നില്ല. അതിന്റെ അവസാന ഭാഗം നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരിക്കുന്നു എന്നറിയുന്നുവല്ലോ. पहले थिस्सलुनीकियों की पत्री उसके पहले अध्याय के 5वें कलम के आखिरी से है कि तुम्हारे बीच में हम कैसे बन गए करते हैं, हम बन गए ऐसे करके तुम जानते हो. അവിടെ പറയുന്നത് ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ടല്ല ഇരുന്നത് നിങ്ങളുടെ ഇടയിൽ. वो कहता है कि हमारा वचन तुम्हारे बीच में केवल वचन के रूप में नहीं रहा, പിന്നെന്ത് വചനം പെരുമാറ്റമായി മാറുകയാണ്. हमारा जो वचन है वो व्यवहार में परिवर्तित हो गया. ആ വചനം തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നത്. वही शब्द वहाँ लिखा गया है. വചനം സുവിശേഷം വചനമായി മാത്രമല്ല, हमारा सुसमाचार तुम्हारे पास न केवल शब्द मात्र ആ വചനം പെരുമാറ്റമായി മാറുകയാണ്. लेकिन वो व्यवहार व्यावहारिक तौर से आ गया. അത് തന്നെയാണ് 15ാമത്തെ വാക്യത്തിലും നാം വായിച്ചത്. 13ാമത്തെ വാക്യത്തിലും ആ വിശ്വസിക്കുന്നവര് അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. दूसरे अध्याय के 13वें कलम में भी हमने यही बात पढ़ा, जो विश्वास करते हैं उनके अंदर ही प्रभावशाली होता है. കേൾക്കുന്ന വചനം ജഡമായി മാറുവാനിടയാണ്. जो वचन सुनते हैं वो उसको एक देह या वो शरीर धारण करना जरूरी है उसका. വചനം വചനമായി മാത്രം ഇരുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. यदि वचन वचन ही रहेगा तो कोई फायदा नहीं उसका. വചനം ജഡമായി മാറണം. वो वचन उसका एक रूप होना जरूरी है. വചനം പെരുമാറ്റമായി മാറണം. वो व्यवहार में आना जरूरी है. അങ്ങനെ പെരുമാറ്റമായി മാറുമ്പോൾ മറ്റുള്ളവർക്ക് അത് ആസ്വദിക്കാൻ ഇടയാക്കി. दूसरे लोगों के लिए वो बहुत शांतिदायक होगा जब हम उसको व्यवहार में लाएंगे. ആ വചനം പെരുമാറ്റമായി മാറുമ്പോഴാണ് അത് നമ്മിൽ വ്യാപരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത്. और जब वो हम व्यवहार में लाते हैं तब पता चलता है कि वो हमारे अंदर भी प्रभावशाली है. അങ്ങനെ തെസ്സലോനിക്കർ വാസ്തവമായി ആരായി? ശിഷ്യന്മാരായി. तो थिस्सलुनीकी कलीसिया के लोग इस तरह से वास्तव में चेले बन गए. എബ്രായ ലേഖനത്തിൽ ഒരു ഭയനിർദ്ദേശം നാം കാണുന്നുണ്ട്. इब्रानी की पत्री में बहुत बड़ी चेतावनी है. അവിടെ നാം വായിക്കുന്നത് കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായികയാൽ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. कि जिन्होंने इसको सुना लेकिन उनके जो विश्वास के साथ वो भूला गया नहीं, इसलिए उनके लिए लाभ का कारण नहीं बना वो. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം കേട്ടതുകൊണ്ട് നല്ലതാണ്, ഭാഗ്യവാനാണ്. പക്ഷെ അതുകൊണ്ട് ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ല. वचन सुने तो अच्छा है, वो तो धन्य है, लेकिन केवल वैसे रहा तो कोई लाभ नहीं उसका. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത് കേട്ടവരിൽ അത് ഉപകാരമായി വന്നില്ല. हम वहाँ पढ़ते हैं इब्रानी के पत्री में कि जिन्होंने सुना उनके लिए वो लाभकारी नहीं हुआ. കാരണം അത് വിശ്വാസമായി പരിണമിച്ചില്ല. क्योंकि वो विश्वास में परिवर्तित नहीं हुआ. അത് പെരുമാറ്റമായി മാറിയില്ല. और उनके व्यवहार में वो नहीं आया. അത് മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. दूसरे लोगों को उसका कोई भी आनंद नहीं मिला. അത് അവരിൽ വ്യാപരിക്കാൻ ഇടയായിത്തീർന്നില്ല. उनके अंदर प्रभावशाली ही नहीं हुआ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുമ്പോൾ ആ വചനം നമ്മുടെ ജീവിതത്തിന്റെ പെരുമാറ്റമായി വ്യാപാരമായി തീരുവാനിടയായിത്തീരണം. इसलिए प्रभु का वचन जो हम सुनते हैं वो हमारे जीवन में व्यावहारिक रूप से हो, वो दूसरों को दिखे वैसा हो जाए. ഇത് നാം അന്യോന്യം ദൈവസഭയിൽ സാധിക്കേണ്ടുന്ന അതിപ്രധാനമായ വസ്തുതയാണ്. ये कलीसिया में परस्पर रूप से करने वाली बात है. വില കൊടുത്ത് വചനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. कोई भी कीमत देकर वचन में स्थिर रहने वाले बनना होगा. ശിഷ്യൻ വില കൊടുക്കണം എന്നുള്ള തലക്കെട്ടിൽ 3 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. वो कोई कीमत चुकाना है करके वो शीर्षक में मैंने 3 बातें बताई. വില കൊടുത്ത് സ്നേഹിക്കുന്നവനായിരിക്കണം. कीमत देकर प्रेम करने वाले बने. വില കൊടുത്ത് സ്വയം ത്യജിക്കുന്നവനായിരിക്കണം. कीमत चुकाकर अपने आप को त्यागने वाले बने. വില കൊടുത്ത് വിശ്വാസത്തിന്റെ വചനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. और उसका कीमत चुकाकर विश्वास के वचन में स्थिर रहने वाले बने. രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് अगला मुद्दा जो बताना चाहता हूँ, ശിഷ്യരാക്കാനുള്ള പരിശീലനം. अभी चेले बनाने का जो तालीम है उसके बारे में നാം ചിന്തിച്ചത് ശിഷ്യനാകാനുള്ള പരിശീലനമാണ്. हमने देखा चेला बनने का जो तालीम है वो क्या है. ഇനി ശിഷ്യരാക്കാനുള്ള പരിശീലനം. अब चेले कैसे बनाते हैं, ഈ പരിശീലനവും ദൈവസഭയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. और ये तालीम भी प्रभु ने अपनी कलीसिया में ही रखा है. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നമ്മുടെ താക്കോൽ വാക്യമാണല്ലോ. हमारा वो कुंजी वचन है. ഇവിടെ നാം വായിക്കുന്നത് പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. ये मानने योग्य होकर उसको सिखाया जाए. പ്രാഗൽഭ്യവും ദൈവം നൽകുന്ന കൃപാവരവും ഉള്ളവർക്ക് ഈ വലിയ ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയും. जिसको इसकी क्षमता है और जिसे प्रभु ने वो उसका अनुग्रह दिया है, वरदान दिया है, वो कलीसिया में वो लोग इसको कार्य में ला सकते हैं. ഇതിൽ ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, इसके लिए मैं पहली जो बात आपको कहना चाहता हूँ, ഇത് വലിയ അധ്വാനമുള്ള ശുശ്രൂഷയാണ്. ये सेवा में बहुत परिश्रम है.
ഇത് വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു കാര്യമല്ല. बहुत आसानी से नहीं कर पाएंगे. ഈ ശിഷ്യരാക്കാനുള്ള ഈ പരിശീലനത്തിന്റെ വഴിയിൽ വലിയ അധ്വാനമുള്ള ശുശ്രൂഷയാണ്. चेला बनाने के मार्ग में बहुत परिश्रम का काम है. രണ്ട് നിലയിൽ ഈ അധ്വാനത്തെ നമുക്ക് തിരിക്കാനായിട്ട് കഴിയും. दो प्रकार से इस परिश्रम को उसका अलग कर सकते हैं. ഒന്ന് ജീവിതപരമായ അധ്വാനം ആവശ്യമാണ്. व्यक्तिगत जीवन में एक परिश्रम है. മാത്രമല്ല വചനപരമായ അധ്വാനവും ആവശ്യമാണ്. और वचन के संबंध में भी एक परिश्रम है. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതപരമായ അധ്വാനമാണ് നാം പ്രാഗൽഭ്യം എന്ന് പറയുവാനിടയായി തീർന്നത്. क्षमता जो है ये हमारे व्यक्तिगत जीवन के संबंध में है. ഒരു നല്ല ശിഷ്യന് എത്ര ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയുമെന്നുള്ളത് അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. एक चेला अपने जीवन में कितना ऊपर जा सकता है उसके जीवन के आधार पर है. ഒരു നല്ല ശിഷ്യൻ ആവുന്നത് തന്നെ ഈ വലിയ സ്റ്റാൻഡേർഡ് ആണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ, एक चेले के संबंध में यदि बहुत बड़ा एक ऊंचा स्तर प्रभु चाहता है. ഒരു നല്ല ശിഷ്യനാകണമെങ്കിൽ വില കൊടുക്കണം, तो अच्छा चेला होने के लिए വില കൊടുത്ത് സ്നേഹിക്കണം, कीमत देकर प्रेम करना होगा. സ്വയം തന്നെത്താൻ ത്യജിക്കുന്നവനായിരിക്കണം, खुद का त्याग करने वाला होना होगा. വിശ്വാസത്തിൽ നിലനിൽക്കുന്നവനായിരിക്കണം. विश्वास में बने रहने वाला होना ഇതൊരു होगा. ശിഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ, एक चेले के संबंध में प्रभु यदि इतना चाहते हैं, ശിഷ്യരാക്കുന്ന ആ വലിയ അധ്വാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അവർ എത്രയധികം ഈ പ്രമാണത്തോട് യോഗ്യത പുലർത്തേണ്ടവരാണ്. तो जो चेला बनाना चाहते हैं उनको अपने जीवन में इन नियमों को कितना लागू करना होगा. തിമോഥെയോസിന്റെ രണ്ടാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ, അവിടെ ജീവിതപരമായ പൗലോസിന്റെ അധ്വാനം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നതാണ്. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. दूसरा तिमोथेयुस तीसरे अध्याय का 10वें और 11वें का. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 10-11 വാക്യം. दूसरा तिमोथेयुस 3 का 10 और 11. परंतु तूने उपदेश, चाल चलन, मनसा, विश्वास, सहनशीलता, प्रेम, धीरज और सताए जाने और दुख उठाने में मेरा साथ दिया. और ऐसे दुखों में भी जो अंताकिया और इकोनियम और लुस्त्रा में मुझ पर पड़े थे, और अन्य दुखों में भी जो मैंने उठाए हैं, परंतु प्रभु ने मुझे उन सब से छुड़ा दिया. പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന കാര്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. तिमोथेयुस को पौलुस इन बातों को बताता है. ഇവിടെ നാം വായിച്ചത്, നീ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും ഞാൻ അനുഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവങ്ങളും നീ കണ്ടറിഞ്ഞിരിക്കുന്നു. पौलुस कहता है कि तूने ये सब बातें मेरे जीवन में देख लिया है. അപ്പോൾ പൗലോസിൽ നോക്കിയാൽ എന്തൊക്കെ കാണാമായിരുന്നു? तो पौलुस को देखेंगे तो उसमें क्या क्या पाया जाएगा. പൗലോസിന്റെ ഉദ്ദേശം എന്താണെന്ന് കാണാമായിരുന്നു. पौलुस का जो मनसा क्या है, वो क्या चाहता है, वो मालूम हो എന്ന് जाएगा. പറഞ്ഞാൽ പൗലോസിന്റെ ലക്ഷ്യം എന്താണെന്ന് പൗലോസിനെ നോക്കിയാൽ കാണാമായിരുന്നു. उसका लक्ष्य क्या है, ये बात उसको देखने से मालूम हो जाएगा. ആ നടപ്പ് എങ്ങനെയാണെന്ന് കാണാമായിരുന്നു. उसका चाल चलन कैसे है देखा जा सकता है. നടപ്പ് ജീവിതത്തെയാണല്ലോ കാണിക്കുന്നത്. चाल चलन उसके जीवन से लेना देना. പൗലോസിന്റെ ദീർഘക്ഷമ കാണാമായിരുന്നു. उसकी सहनशीलता के बारे में भी देखा जाता है. പൗലോസിന്റെ സ്നേഹം കാണാമായിരുന്നു. पौलुस कितना प्रेम करता है वो भी देखा जाता था. പൗലോസിന്റെ സഹിഷ്ണുത കാണാമായിരുന്നു. उसके धीरज को भी देखा जा सकता है. എന്നിട്ട് പറയുകയാണ്, ഇവയെല്ലാം നീ എന്ത് ചെയ്തിരിക്കുന്നു? കണ്ടറിഞ്ഞിരിക്കുന്നു. वो कहता है तूने इन सब बातों को ध्यान से देख लिया है. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ദൈവമനുഷ്യൻ എത്ര ത്യാഗപൂർണമായ ജീവിതമായിരിക്കാൻ നയിച്ചത്. तो प्रियो, इस मनुष्य ने, इस भक्त ने कितने त्याग भरे जीवन को जिया होगा. ഗലാത്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിന്മേൽ വഹിക്കുന്നു. गलातियों की पत्री में वो कहता है कि मसीह के जो चिन्ह है वो मैंने अपने शरीर में पा लिया है. എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിന്റെ അടിമയായിരിക്കുകയാണ്. इसका मतलब है मैं मसीह का गुलाम बन चुका हूँ. ആ ദാസ്യത്വത്തിന്റെ അടയാളം എന്റെ ശരീരത്തിന്മേൽ ഞാൻ വഹിക്കുകയാണ്. दासत्व के जो चिन्ह होते हैं वो मेरे शरीर में मैंने अनुभव कर लिया है. എന്ന് പറഞ്ഞാൽ ഒരു അടിമ അധ്വാനിക്കുന്നത് പോലെ ജീവിതപരമായ അധ്വാനത്തിന് ഞാൻ ഒരുക്കമാണ്. इसका मतलब है जैसे एक दास या गुलाम सेवा या काम करने के लिए अपने आप को देना, वो दे देता है, वैसे मैंने अपने आप को दे दिया है. ഒന്നുകൂടി 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഈ ദേവദാസൻ തന്നെ പറയുന്നത് എങ്ങനെയാണ്? എന്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ്. और पहली कुरिन्थियों की पत्री 9वें अध्याय के 7वें कलम में वो कहता है, मैंने अपने शरीर को दंडित करके अपने वश में रखने की कोशिश किया है. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാം സഹിക്കുകയാണെന്ന് പറയുന്നു.
पौलुस के पत्री पहले अध्याय के 24वें कलम में वो कहता है मैंने तुम्हारे लिए सब कुछ सह लिया है तुम्हारे निमित्त। അത് എന്തിനു വേണ്ടിയാ സഹിക്കുന്നത് എന്നാണ് രേഖപ്പെടുത്തുന്നുണ്ട്. ആ വാക്യം മാത്രം ഒന്ന് വായിക്കാം. वचन को देखेंगे वो क्यों इन बातों को सह लेता है। കൊലോസ്യരുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. पौलुस की पत्री पहले अध्याय का 24वां कलम അവിടെ വായിക്കുന്നത് എന്നിലെ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയാണ്. अब मैं उन दुखों के कारण आनंद करता हूँ जो तुम्हारे लिए उठाता हूँ और मसीह के क्लेशों की घटी उसकी देह के लिए अर्थात कलीसिया के लिए अपने शरीर में पूरी करता हूँ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടി അധ്വാനിക്കുകയാണ്. तुम्हारे लिए मैं परिश्रम करके मैं बहुत ही परिश्रम करता हूँ. ഫിലിപ്പി ലേഖനത്തിൽ നാം വായിക്കുന്നത് എന്റെ രക്തം ഒഴുക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. फिलिपियों की पत्री में वो कहता है कि चाहे लहू बहाना पड़े तो भी मैं वो तैयार हूँ उसके लिए. എത്രയോ ഉന്നതമായ മാതൃകയാണ് ജീവിതപരമായ അധ്വാനമാണ് ഈ ദേവദാസൻ ഏറ്റെടുക്കുവാൻ ഇടയായിത്തീരുന്നത്. इतने बड़े अच्छे नमूने को उसने अपने जीवन के द्वारा उनके सामने रख दिया. പ്രിയപ്പെട്ടവരെ, ദേവദാസൻ എന്തുമായി തീരുവാൻ ഏതുമായി തീരുവാനുള്ള വലിയ ഒരുക്കത്തിന്റെ വഴിയിലാണ് ആയിരിക്കുന്നത്. पौलुस तो या प्रभु का सेवा कुछ भी होने के लिए तैयार हो जाता है. इस കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം നോക്കുക. कोरिन्थियों की पत्री 10वें अध्याय के 33वें कलम में क्या पढ़ते हैं. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ, യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകുകയും. कोरिन्थियों की पत्री 10वें अध्याय का 32वां कलम है. यहूदियों यूनानियों कलीसियाओं के सबके लिए എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ 3 തിരിവുകൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. प्रभु के वचन में 3 प्रकार के लोग हैं. ഒന്ന് യഹൂദന്, यहूदी മറ്റു യവനൻ അല്ലെങ്കിൽ ജാതികൾക്ക്, जाति लोग हैं മൂന്ന് ദൈവസഭയ്ക്ക്. और प्रभु की कलीसिया है. ഇടർച്ചയില്ലാത്തവനായി തീരേണ്ടതിന് വേണ്ടി ഞാൻ സഹിക്കുകയാണ്. उन सबके लिए बिना मतलब ठोकर का कारण न बनूं वैसा बन गया हूं मैं. നാം അങ്ങനെയുള്ളവരായി തീരണം. हमें वैसा बनना होगा. അതിനുവേണ്ടി ഏത് അധ്വാനവും ചെയ്യുവാൻ, ജീവിതപരമായ അധ്വാനം ചെയ്യുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. जीवन संबंधी कोई भी परिश्रम हमें उसके लिए करने के लिए तैयारी रखनी होगी. പ്രിയപ്പെട്ടവരെ, ഈ ഒരുക്കം, ഈ അധ്വാനം നമ്മുടെ ഭാഗത്തുനിന്ന് നാം പുലർത്തുന്നുണ്ടോ? क्या हम ये परिश्रम अपनी तरफ से करते हैं. പ്രിയപ്പെട്ടവരെ, ഈ അധ്വാനം ദൈവം ആഗ്രഹിക്കുന്ന അധ്വാനമാണ്. यारो प्रभु हमसे ये परिश्रम चाहता है. ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക, अपने शरीर को वश में ले लेना, ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിന്മേൽ വഹിക്കുക. मसीह के जो चिन्ह है अपने शरीर पर ले लेना. മാത്രമല്ല, ദേവദാസൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ദൈവസഭയ്ക്ക് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടം അത് ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോട്, ആ കഷ്ടാനുഭവത്തോട് പൂരിപ്പിക്കുന്നതാണ്. मैं जो अपने शरीर में कष्ट उठाता हूँ वो मसीह के क्रूस के उस मृत्यु के साथ मैं उसमें शामिल कर देता हूँ उसको. അവിടെ നാം വായിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിൽ കുറവായുള്ളത് ഞാൻ പൂരിപ്പിക്കുന്നു എന്നാണ്. मसीह के देह में जो कमी हो गई है उसको मैं पूरा करता हूँ इन कष्टों എന്ന് को. പറഞ്ഞാൽ ആ ക്രൂശുമരണത്തിൽ കുറവുണ്ട് എന്നുള്ളതല്ല. इसका ये मतलब नहीं कि उसके क्रूस के मृत्यु में कोई कमी है. കർത്താവ് എന്തിനു വേണ്ടി കഷ്ടം സഹിച്ചുവോ, मसीह ने जिन बातों के लिए कष्ट उठाया ആ ദൈവസഭയ്ക്ക് വേണ്ടി ഞാൻ കഷ്ടം അനുഭവിക്കുമ്പോൾ, और उस कलीसिया के लिए जब मैं कष्ट उठाता हूँ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളോട് എന്റെ കഷ്ടാനുഭവങ്ങൾ കൂട്ടി യോജിപ്പിക്കുകയാണ്, പൂരിപ്പിക്കുകയാണ്. मैं मसीह के उन क्लेशों के साथ अपने भी क्लेशों को जोड़ देता हूँ. പ്രിയപ്പെട്ടവരെ, നാം ദൈവസഭയ്ക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് यारों जब हम प्रभु की कलीसिया के लिए क्लेश उठाते हैं കർത്താവിന്റെ ക്രൂശുമരണത്തിലെ കഷ്ടാനുഭവത്തോട് ആ കഷ്ടാനുഭവം യോജിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ പൂരിപ്പിക്കുന്നതാണ്. मसीह के क्लेशों के साथ हमारे ये क्लेश जोड़े जाते हैं. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവസഭയ്ക്ക് വേണ്ടി ഏത് കഷ്ടവും ജീവിതപരമായുള്ള ഏത് അധ്വാനവും ഏറ്റെടുക്കാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. इसलिए प्रभु के कलीसिया के लिए जीवन संबंधी जो कुछ क्लेश है वो उठाने के लिए हम तैयार हो जाए. ഇവിടെ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ചെയ്യുന്ന അധ്വാനം ഞാൻ കാണുന്നുണ്ട്. इन दिनों में यहाँ प्रभु के लोग जो सेवा कर रहे हैं मैं देखता അത് हूँ. ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള അധ്വാനമാണ്. ये परिश्रम प्रभु की कलीसिया के लिए है. അത് ദൈവസഭയോടുള്ള സ്നേഹത്തിൽ ചെയ്യുന്ന അധ്വാനമാണ്. प्रभु के कलीसिया के और जो आपका प्रेम है उससे उसके वजह से करता है. അത് കർത്താവിന്റെ കഷ്ടാനുഭവത്തോട് പൂരിപ്പിക്കുന്നതാണ്. और ये प्रभु के क्लेशों के साथ जोड़ा जाता है. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ നാം ദൈവസഭയെ സേവിക്കുവാൻ, സ്നേഹിക്കാൻ ഇടയായിത്തീരുമ്പോൾ, इस तरह से जब हम प्रभु की कलीसिया से प्रेम और उसके लिए जब परिश्रम करने को लगता നാം है അനുഭവിക്കുന്ന ഏത് കഷ്ടവും ക്രൂശുമരണത്തിന്റെ കഷ്ടാനുഭവത്തോടോ അത്രയും ഒക്കുന്നതല്ല. चाहे वो ऐसा भी हो फिर भी मसीह का जो क्रूस है क्रूस की जो क्लेश है उसके साथ तो हम उसकी तुलना नहीं कर सकते हैं. അതുകൊണ്ട് ശിക്ഷയിലാക്കുന്നവർക്കുള്ള വലിയ ദൗത്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
കാണുന്നത്. इसलिए जो चेला बनना है उसके बड़ी जिम्मेदारी को यहाँ देखते हैं. ജീവിതപരമായ അധ്വാനം അനിവാര്യമാണ്. जीवन में जो परिश्रम है वो जरूरी है. മാത്രമല്ല രണ്ടാമതായി ഞാൻ അവിടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് दूसरा जो मुद्दा मैं सोचना चाहता हूँ, വചനപരമായ അധ്വാനവും അടിയന്തരമായി അനിവാര്യമാണ്. वचन संबंधी जो परिश्रम है वो भी बहुत जरूरी है. നല്ല ശിഷ്യൻ പഠിക്കുന്നവനായിരിക്കണമെങ്കിൽ जो अच्छा चेला है यदि उसको सीखने जैसा होना चाहिए, ശിഷ്യരാക്കുന്നവർ പഠിപ്പിക്കുന്നവരായിരിക്കണം. तो जो चेले बनाते हैं उनको सिखाना भी जरूरी है. 17 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ. पहले तीमुथियुस की पत्री पहले 5वें अध्याय के അവിടെ നാം വായിക്കുന്നത് വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നു. वहाँ पढ़ते हैं वचन में और उपदेश में जो परिश्रम करते हैं. പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ ആ പ്രാരംഭവാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. प्रेरितों के काम 6वें अध्याय हम कुछ ऐसे शब्द पढ़ते हैं शुरू में, ഞങ്ങൾ വചനത്തിലും ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. हम वचन में, प्रार्थना में और उन बातों में, उसके शिक्षण में हम मन लगा कर रहेंगे. ഒരു വാക്യം നമുക്ക് വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. कोलोसियों की पत्री पहले अध्याय के 29वें कलम को इस बार पढ़ेंगे. അവിടെ നാം വായിക്കുന്നത്, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. इसी के लिए मैं उसकी उस शक्ति के अनुसार जो मुझमें सामर्थ्य के साथ प्रभाव डालती है तन मन लगाकर परिश्रम करता हूँ. ഇത് വചനപ്രകാരമായ അധ്വാനമാണ് നമ്മൾ കാണാനായിട്ട് കഴിയുന്നത്. ये वचन के संबंध में हमारे परिश्रम को सूचित करता है. ഉപദേശിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള അധ്വാനമാണ്. शिक्षण देने के लिए जो परिश्रम है उसके बारे में. എന്താ അങ്ങനെ പറയാൻ കാരണം? തൊട്ട് മുകളിലുള്ള വാക്യം നോക്കുക. क्यों उसके बारे में അത് നാം നേരത്തെ നാം ചിന്തിച്ചിട്ടുള്ളതാണ്. हमने पहले सोचा है इसको. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി തീർക്കുന്ന ഈ വചനം പ്രബോധിപ്പിക്കുവാൻ, അത് സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുവാൻ, എന്നിട്ടാണ് പറയുന്നത് ഞാൻ അതിനുവേണ്ടി പോരാടിക്കൊണ്ട് അധ്വാനിക്കുകയാണ്. कहते हैं कि हर एक मनुष्य को चेतावनी देते हैं और सारे ज्ञान से हर एक मनुष्य को सिखाते हैं कि हम हर एक व्यक्ति को मसीह में सिद्ध करके उपस्थित करें. इसके लिए कठोर परिश्रम करता हूँ मैं. അപ്പോൾ ജീവിതപരമായ വലിയ അധ്വാനമുണ്ട്. जीवन संबंध में, जीवन के बारे में हमें बहुत परिश्रम है. അത് മാത്രമല്ല ദൈവവചനപരമായ അധ്വാനവും ഇതിന് അനിവാര്യമാണ്. वो वचन के संदर्भ में भी बहुत परिश्रम है. വചനത്തിലും ഉപദേശത്തിലും കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കണം ഉപദേശിക്കേണ്ടത്. वचन में और उपदेश में भारी प्रयत्न करने वाले होने चाहिए जो सिखाते हैं. കർത്താവിൽ നിന്ന് പ്രാപിച്ചു വേണം വിളമ്പി കൊടുക്കാൻ. प्रभु से प्राप्त करके लोगों को देना होगा, परोसना होगा. വൃത്തിലേഖനം 11-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾ കേൾപ്പിച്ച് നമ്മൾ നിന്നാണ്. कुरिन्थियों की पत्री में वो कहता है कि मैंने प्रभु से पाया और तुम्हें पहुंचाया ही. അപ്പോൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന പൗലോസിനെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. और उसको देखते हैं जो प्रभु से प्राप्त करता है. അതിനുവേണ്ടി പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കുന്ന പൗലോസിനെ കാണാൻ കഴിയും. वो पौलुस प्रार्थना और वचन के ध्यान में वो बहुत जागृत रहता है. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പൗലോസിനെ കാണാൻ കഴിയും. कठोर परिश्रम करने वाले पौलुस को देखते हैं. കർത്താവ് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ആ വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് തിരഞ്ഞെടുത്തത്. प्रभु ने जब अपने चेलों को चुना तो इसी बड़े उद्देश्य से उसने चुना. മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. मरकुस का सुसमाचार 3 अध्याय 14वें और 15वें कलम को यदि ध्यान से देखेंगे तो എന്തിനു വേണ്ടിയാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് എന്നവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. वहाँ लिखा है क्यों उसने चेलों को चुन लिया. ആദ്യം പറയുന്നത് തന്നോട് കൂടെ ഇരിക്കാൻ, ताकि वे लोग उसके साथ रहे അവർ പോയി പ്രസംഗിക്കാൻ, और वो जाकर प्रचार भी करे ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരം പ്രാപിക്കേണ്ടത്. और दुष्टात्माओं को निकालने में उनको सामर्थ्य मिले. इसलिए അപ്പൊ തന്നോട് കൂടെ ഇരിക്കുന്നവരാണ് പോയി പ്രസംഗിക്കേണ്ടത്. जो उसके साथ रहते हैं उनको ही जाकर प्रचार करना. അവർക്കാണ് ഈ വലിയ അധികാരം കൊടുത്തത്. उन्हीं को ये अधिकार भी दिया जाता है. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉപദേശിക്കുന്നവർ എന്റെ മുമ്പിൽ ധാരാളം ഉണ്ടായിരിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. मैं सोचता हूँ कि मेरे सामने काफी सारे लोग होंगे जो उपदेश दे सकते हैं. അല്ലെങ്കിൽ നിങ്ങൾ ഉപദേശിക്കാൻ പ്രാപ്തരായി വളരേണ്ടവരാണല്ലോ. या फिर ये उपदेश देने के लिए आपको काबिल होना जरूरी है. നിങ്ങൾക്ക് ജീവിതപരമായ അധ്വാനം അനിവാര്യമാണ്. आपको आपके जीवन के संबंध में इन बातों में परिश्रम करने की जरूरत है. മാത്രമല്ല ദൈവവചനത്തിലുള്ള അധ്വാനവും അത്യന്താപേക്ഷിതമാണ്. और प्रभु के वचन में भी परिश्रम करना बहुत ही अनिवार्य അത് है. ഒഴിച്ചുകൂടാനാവാത്തതാണ്. आप उसको अलग नहीं कर सकते हैं. കർത്താവിൽ നിന്ന് പ്രാപിച്ചാണ് ദൈവസഭയ്ക്ക് വിളമ്പി കൊടുക്കേണ്ടത്. आपको प्रभु से प्राप्त करके कलीसिया को परोसना होगा. എന്തെങ്കിലും കേട്ട് എവിടെന്നെങ്കിലും കേട്ട് അന്ന് പ്രസംഗിക്കുകയല്ല വേണ്ടത്. कुछ भी कहीं भी सुनकर या फिर प्राप्त करके बस वहाँ सुना दिया, ऐसा नहीं. കെട്ടുകഥകളും കേൾവിക്കഥകളും അല്ല പ്രസംഗിക്കേണ്ടത്. और मनगढ़ंत कहानियां, बुढ़ियों किसी का कथा कहानियां नहीं. ദൈവവചനം പ്രസംഗിക്കണം. प्रभु के वचन को सुनाना होगा. വചനത്തിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുള്ളൂ.
केवल वचन ही लोगों के अंदर परिवर्तन ला सकता है। മറ്റ് ഉദാഹരണങ്ങളൊക്കെ മനസ്സിലാക്കാൻ സഹായകമാണെങ്കിലും भले ही कुछ कुछ उदाहरण दूसरों को वो बात समझने के लिए सहायता ഉദാഹരണങ്ങളല്ല മനുഷ്യ ജീവിതത്തിൽ രൂപാന്തരപ്പെടുന്നത്. ये उदाहरण दूसरों के जीवन में परिवर्तन नहीं लाते हैं। പ്രിയപ്പെട്ടവരെ, ദൈവവചനത്താലും ദൈവത്തിന്റെ ആത്മാവിനാലും മാത്രമേ ഒരു വ്യക്തി രൂപാന്തരപ്പെടുകയുള്ളൂ. प्रभु के वचन और उसके आत्मा के द्वारा ही एक व्यक्ति के अंदर परिवर्तन। അതുകൊണ്ട് ശിഷ്യരാക്കാനുള്ള പരിശീലനത്തിൽ ഈ വലിയ അധ്വാനം ആവശ്യമാണ്. इसलिए चेले बनाने का जो परिश्रम है, जो मार्ग है, उसमें ये परिश्रम का बहुत जरूरत है। മാത്രമല്ല, ഒരു കാര്യം കൂടെ ഈ ബന്ധത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. एक और बात कहकर इस बात को समाप्त करता हूँ। ഇത് വലിയ കണ്ണുനീർ ഒഴുക്കേണ്ട ശുശ്രൂഷയാണ്. यहाँ बहुत आंसू बहाने का एक उसकी सेवा है। ഒരു വാക്യം നമുക്ക് വായിക്കാം. एक वचन पढ़ेंगे, പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. प्रेरितों के काम 20 अध्याय का 31 पद है। അപ്പോസ്തലപ്രവൃത്തികൾ 20-ന്റെ 31. प्रेरितों के काम 20-ാം അധ്യായത്തിന്റെ 20 अध्याय का 31 पद। അവിടെ നാം വായിക്കുന്നത്, അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് തന്നത് ഓർത്തുകൊള്ളു. इसलिए जागते रहो, स्मरण करो कि मैंने 3 वर्ष तक रात दिन आंसू बहाकर हर एक को चेतावनी देना न छोड़ा। പ്രിയപ്പെട്ടവരെ, നാം ആദ്യം ചിന്തിച്ചത് ഇത് വലിയ അധ്വാനമുള്ള ശുശ്രൂഷയാണ്. हमने पहले देखा इसमें बहुत परिश्रम है इस सेवा में। ഇത് വലിയ കണ്ണുനീർ ഒഴിക്കേണ്ട ശുശ്രൂഷയാണ്. अब यहाँ देखते हैं बहुत आंसू बहाने का एक काम है। പൗലോസ് പറയുകയാണ്, ഞാൻ 3 സംവത്സരം നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പാർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. पौलुस कहते हैं, आप लोग जानते हो कि 3 साल मैंने तुम्हारे बीच में कैसे ഇടവിടാതെ കണ്ണുനീർ ഒഴുക്കുകയാണ്. रात दिन मैंने आंसू बहाया है। എന്തിനു വേണ്ടിയാണ്? इसलिए ഓരോരുത്തർക്കും ആവശ്യമായ ബുദ്ധിമുപദേശം പറഞ്ഞു കൊടുക്കാൻ. ताकि हर एक को चेतावनी दे सकूं। പ്രിയപ്പെട്ടവരെ, സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ഈ വിലയേറിയ സമ്പാദ്യത്തെ ശുശ്രൂഷിക്കേണ്ടത്, ആ ശുശ്രൂഷിക്കുന്ന ബഹുത്വം എന്ന് പറയുന്നത് കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് വേണം ശുശ്രൂഷിക്കാൻ. आपने लहू से जिसने खरीदा है उसके लिए जो सेवा करता है, वो उसके लिए ये आंसू बहाने के लिए या आंसू बहाने का एक कार्य भी इस सेवा में है। അതിന്റെ 28-ാമത്തെ വാക്യം നോക്കുക. അവിടെ നാം കാണുന്നു, തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച തന്റെ സഭയെ. 28 में लिखा है, उसने मसीह ने अपने लहू से हमें खरीदा है। അപ്പോൾ വില കൊടുത്തവരെ പ്രസാദിപ്പിക്കണമെങ്കിൽ, यदि जिसने कीमत चुकाया है उसको प्रसन्न करना है तो പൂർണ്ണ ഗൗരവത്തോടു കൂടെ വേണം ശുശ്രൂഷിക്കാൻ. पूरे गंभीरता से हमें ये सेवा करना വലിയ है। കണ്ണുനീരോട് കൂടെ വേണം ശുശ്രൂഷിക്കാൻ. बहुत आंसू बहा कर ये सेवा करना है ജാഗ്രതയോടെ വേണം ഇതിനെ സൂക്ഷിക്കാൻ. और जागृत होकर करना होगा। പ്രിയപ്പെട്ടവരെ, ഈ വലിയ ആഗ്രഹവും ഈ വലിയ തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉളവാക്കുവാൻ ഇടയായിത്തീരട്ടെ. ये बहुत बड़ी इच्छा और ये निर्णय हमारे द्वारा उत्पन्न हो। കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്. कोलोसियों की पत्री 4 अध्याय के 4 से 2 से लेकर 4 तक इन बातों को फिर से बताया गया है। അവിടെ പറയുന്നുണ്ട്, പ്രാർത്ഥനയിൽ നിങ്ങൾ ഉറ്റിരിക്കണം, वहाँ कहा गया है कि तुम प्रार्थना में जागृत रहो, നിങ്ങൾ അതിനുവേണ്ടി ജാഗരിക്കണം. जागते रहो उसमें। ഇതിനു വേണ്ടിയാണ് നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്, क्यों ऐसा करके लिखा है? ദൈവിക മർമ്മങ്ങളെ പ്രസ്താവിപ്പാൻ, ताकि ईश्वर के परमेश्वर के रहस्यों को बताया जाए വചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടാൻ, और सुसमाचार के द्वार खुले, इसलिए സംസാരിക്കാൻ വേണ്ടുമെന്ന് സംസാരിക്കാൻ, और जैसे कहना चाहिए वैसे कहने का सामर्थ्य मिले मुझे, അതിനെ വെളിപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. उसको प्रकट करने के लिए मुझे सामर्थ्य मिले, इसलिए प्रार्थना करेंगे। അപ്പൊ ആരൊക്കെ പ്രാർത്ഥിക്കണം? तो किन को प्रार्थना करना होगा? ഇത് വലിയ കണ്ണുനീർ ഒഴിക്കേണ്ട ശുശ്രൂഷയാണ്. यहाँ तो बहुत आंसू बहाने की सेवा है। ഇതിനുവേണ്ടി ഒരുക്കപ്പെടുന്നവൻ ഈ കണ്ണുനീർ ഒഴിക്കണം. जो इसके लिए तैयार होता है उसको तो आंसू बहाना है। മാത്രമല്ല, കേൾക്കാൻ കടന്നു വരുന്നവരുടെ ഉത്തരവാദിത്തമാണ് ഈ കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. यहाँ तुलसी की पत्री में जो सुनने को आते हैं उनकी भी जिम्मेदारी को यहाँ बताया गया है। വചനം പറയുന്ന വ്യക്തിയെ ഓർത്ത് പ്രാർത്ഥിക്കണം. इसका मतलब है जो वचन सुनाता है उस व्यक्ति के लिए हमें प्रार्थना करना ഇതിനു है। വേണ്ടിയാ ദൈവിക മർമ്മങ്ങൾ പ്രസ്താവിക്കേണ്ടതുപോലെ പ്രസ്താവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. क्यों प्रार्थना करना है? ताकि वो परमेश्वर के भेद को वो सही तरह से उसका व्याख्यान कर सके। ആ ദൈവദാസന് വചനത്തിന്റെ വാതിലുകൾ തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. और वचन के लिए उसको खुला द्वार मिले, इसलिए प्रार्थना ആ करना है। ദൈവദാസൻ സംസാരിക്കേണ്ടതുപോലെ സംസാരിക്കാൻ പ്രാർത്ഥിക്കണം. और वो प्रभु का दास जैसे उसको कहना चाहिए वैसे कह सके, इसलिए उसको प्रार्थना करें। അപ്പോൾ തന്നെ ആ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ വേണ്ടുന്ന ഒരുക്കവും നാം പത്രോസിന്റെ ലേഖനത്തിൽ ചിന്തിച്ചിട്ടുള്ളതാണ്. पतरस की पत्री में सुनने वालों के हृदय की जो तैयारी है उसके लिए प्रार्थना करने के बारे में पढ़ना है। പ്രാർത്ഥനയിൽ പോരാടുന്നവർ പ്രാർത്ഥനയിൽ പോരാടുവാൻ വേണ്ടി വിശ്വാസികളെ ആഹ്വാനം ചെയ്യുകയാണ്. प्रार्थना में लड़ाई या जागरूक रहने के बारे में वहाँ विश्वासियों को कहा गया है। അതിനുവേണ്ടി പൗലോസ് പ്രാർത്ഥനയെ ചോദിക്കുകയാണ്.
पौलुस प्रार्थना मांगता है उनसे। പ്രിയപ്പെട്ടവരെ, വെളിപ്പാടുകളുടെ ആധിക്യമുള്ള ഈ പൗലോസിന് ഇങ്ങനെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എത്രയധികം ആവശ്യമാണ്. जिसको बहुत सारे दर्शन मिले हैं, उसको यदि प्रार्थना की जरूरत है तो हमको कितना अधिक होगा। ഈ വചന ശുശ്രൂഷയിലൂടെ കർത്താവിനെ കൊടുക്കുവാനായിട്ട് കഴിയണം. इस वचन के सेवकाई के द्वारा तो ये होना चाहिए कि हम प्रभु को दे सके। കർത്താവ് അവരുടെ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഉരുവാകുവാനായിട്ട് വേണം. सुनने वालों के हृदय में प्रभु उत्पन्न हो, ऐसा होना जरूरी है। ഗലാത്യരുടെ 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമുക്ക് സമാനമായ ഒരു പരാമർശം കാണാം. गलातियों की पत्री 4 अध्याय के 29वें कलम में आपको जैसी बात അവിടെ പറയാണ്, നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുകയാണ്. तुम्हारे अंदर मसीह फिर से जन्म ले, इसलिए मैं मानो प्रसव पीड़ा में हूँ। ആ പ്രസവ വേദനയ്ക്ക് കണ്ണുനീരുണ്ട്. वो जो प्रसव पीड़ा है उसमें आंसू है, പക്ഷെ അതിനൊരു സന്തോഷമുണ്ട്. लेकिन उसमें एक आनंद भी है। എന്താ ആ സന്തോഷം? क्या है वो आनंद? ഒരു പുതിയ ജീവനെ നാം കാണുകയാണ്. एक नया जीवन रूप लेता हुआ നമ്മുടെ വചനം കേൾക്കുന്നവർ അവർ ക്രിസ്തു ഉരുവാകുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഈ പ്രസവ വേദനയുടെ അടിസ്ഥാനം എന്നുള്ളത്. जो वचन सुनते हैं उसमें मसीह का उत्पन्न होना, ये देखकर जो आनंद होता है वही बात है। ഈ കണ്ണുനീരിന്റെ പ്രചോദനം എന്നുള്ളത് അതാണ്. ये आंसू बहाने के लिए जो प्रेरणा है वो वही है। എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ആകുന്ന ആ ശിഷ്യന്മാരുടെ ആ വലിയ കൂട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രസവ വേദന എടുക്കുന്നത്. तो मसीह के लिए जो चेले बनने वाले हैं उनको देखकर ये प्रसव पीड़ा को भी सह लेते हैं। ഞാൻ പറയാറുണ്ട്, ആഗ്രഹിച്ചത് ഇത് വലിയൊരു അധ്വാനമുണ്ട്, അസുഖതയാണ്. मैं जो कहना चाहता हूँ ये कि इसमें बहुत परिश्रम है। इससे ജീവിതപരമായ അധ്വാനമുണ്ട്, हमारे जीवन के संबंध में परिश्रम है, വചനപരമായ അധ്വാനമുണ്ട്. वचन के संबंध में परिश्रम है, മാത്രമല്ല ഇത് വലിയ കണ്ണുനീരോടുകൂടെ ചെയ്യുന്ന ശുശ്രൂഷയാണ്. और यहाँ इस परिश्रम में बहुत आंसू भी है। അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ശുശ്രൂഷ നാം ഏറ്റെടുക്കുമ്പോൾ ये बहुत बड़ी सेवा को हम अपने पर लेते हैं। അതിനുവേണ്ടി നാം ഒരുക്കപ്പെടുവാനിടയായിത്തീരണം. उसके लिए हम स्वयं तैयार हो, ये जरूरी है। അതിനുവേണ്ടി ഏത് വിലയും കൊടുക്കാനിടയായിത്തീരണം. उसके लिए कोई भी कीमत चुकाने के लिए हमें तैयार होना വില होगा। കൊടുത്ത് സ്നേഹിക്കാൻ കഴിയണം. प्रेम करने के लिए कोई कीमत भी चुकाना വില पड़ेगा। കൊടുത്ത് സ്വയം ത്യജിക്കാൻ കഴിയണം. कीमत चुकाकर अपना ही त्याग भी करना होगा, വില കൊടുത്ത് ഈ വിലയേറിയ വചനത്തെ അനുസരിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കും. और इस वचन को मानने के लिए भी कोई भी कीमत चुकाने के लिए हम तैयार होगा। അവർക്ക് നല്ല ശിഷ്യരായിരിക്കാൻ കഴിയും. केवल ऐसे ही लोग अच्छे चेले बन सकते हैं, അവർക്ക് ശിഷ്യരാക്കാൻ കഴിയും. और केवल ऐसे ही लोग दूसरों को चेला बना सकते हैं। ശിഷ്യത്വത്തിന്റെ പരിശീലനം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവസഭയിലാണ്. प्रभु इस शिष्यत्व का जो तालीम है वो चाहते हैं कि कलीसिया में हो। ആ പരിശീലനത്തിൽ നാം ഒരുമിച്ച് വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. प्रभु चाहते हैं कि ये जो ट्रेनिंग है इसके अंदर हम सब मिलकर उसमें उन्नति पाए। തലയായവരിൽ നിന്ന് जो सिर है वो मसीह, ശരീരം മുഴുവൻ ഏകീഭവിക്കുന്നു, उसी के द्वारा सारा शरीर का पालन पोषण होता है ചൈതന്യം പ്രാപിക്കുന്നു, और उत्तेजित होता है, ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. और आत्मिक उन्नति भी मिलता है। ഇതാണ് ശരിയായ വളർച്ച. यही सही तरह से उन्नति है। ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന വളർച്ച. यही प्रभु चाहते हैं ഈ നിലയിൽ വളരുവാൻ कि हम इस तरह से उन्नति ദൈവം करें। നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. प्रभु उसके लिए बहुत सारे अनुग्रह है, അവരുടെ നാമം മാത്രം और उसके नाम